വിശേഷം എല്ലാവരും നോമ്പറക്കലൊക്കെ കഴിഞ്ഞാ? ഞാനും നോമ്പായിരുന്നു, മക്കളൊക്കെ നോമ്പായിരുന്നു, അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇന്ന് ഞാനൊരു പൊതിപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പൊതിച്ചോറൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ, പക്ഷെ പൊതിപ്പുട്ടൊന്നും ആരും അങ്ങനെ കഴിച്ചിട്ടുണ്ടാവില്ല. അതൊരു സ്പെഷ്യൽ വെറൈറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ആരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണേ, കാരണം അത് നല്ലൊരു ആരും അങ്ങനെ ഇത് വീഡിയോ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കും പോലെ പുട്ടുണ്ടാക്കുക, പിന്നെ അതിന് സ്പെഷ്യലായിട്ട് വേണ്ടത് തേങ്ങാപ്പാലും ബീഫുമാണ്. അങ്ങനെ പുട്ടൊക്കെ വാഴൻ്റെ ഇലയൊക്കെ വെട്ടി വാട്ടി ഒരു തുള്ളി ലേശം വെളിച്ചെണ്ണ ഒക്കെ നല്ലോണം ആഡ് ചെയ്ത് നല്ല വാഴൻ്റെ ഇല നല്ല സോഫ്റ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ഒരാൾക്ക് 2 കഷ്ണം പുട്ട് വെച്ചിട്ട് പുട്ട് നന്നായി പൊടിച്ചിടുക. അതിന് ശേഷം ഇതിലേക്ക് 2 കയ്യിൽ തേങ്ങാപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിക്കണത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല പുട്ട് നല്ല സോഫ്റ്റ് ആവും ചെയ്യും, നല്ല ടേസ്റ്റി ആവും ചെയ്യും. ഇനി അതിൻ്റെ മേലെ നമ്മൾക്ക് മെയിനായിട്ട് ബീഫ് വരട്ടിയതാണ്. ബീഫ് ഇതിൻ്റെ മേലേക്ക് സെറ്റാക്കി വെച്ചതിന് ശേഷം ആവശ്യത്തിന് നമ്മൾക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കഴിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായാലും ഇതിൻ്റെ കറിയൊക്കെ ഒഴിക്കുമല്ലോ. അപ്പോൾ ഇനി വേണ്ടത് പപ്പടം കൂടി നമ്മൾ 2 എണ്ണമൊക്കെ ഇതിൻ്റെ മേലെ സെറ്റാക്കി ഇത് പൊതിയുക. അങ്ങനെ നമ്മുടെ പൊതിപ്പുട്ട് ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു അരമണിക്കൂർ ഇതേപോലെ ഇങ്ങനെ പൊതി സെറ്റാക്കി വെക്കുക. അപ്പോൾ നോമ്പ് തുറക്കാറാകുമ്പോഴത്തേനും ഇത് റെഡിയാവും. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അസ്സലാമു അലൈക്കും.